أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم أليس الله بكاف عبده ويخوفونك بالذين من دونه ومن يضلل الله فما له من هاد صدق الله العظيم. ഏറെ സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, പരമകാരുണികനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഈ ഭവനത്തിലുള്ള നമ്മുടെ ഒരുമിച്ച് കൂടലിനെ സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിലെ പകലുകളിലെ നോമ്പും രാത്രികാലങ്ങളിലെ നമസ്കാരങ്ങളും ഖുർആനിൻ്റെ തിലാവത്തും ദാനധർമ്മങ്ങളും ഇതര സൽക്കർമ്മങ്ങളും അവയിലുള്ള കുറവുകളും ന്യൂനതകളും പരിഹരിച്ച് അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ മാസം ഉൾക്കൊള്ളുന്ന സർവാനുഗ്രഹങ്ങളും സമ്പൂർണമായി നേടുന്ന സത്യവിശ്വാസികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. നാളെ പരലോകത്ത് ഈ വിശുദ്ധ മാസത്തിൻ്റെ അനുകൂല സാക്ഷ്യത്തിന് അർഹരാകുന്ന തഖ്വാബോധമുള്ള മുത്തഖികളായി മാറാൻ ഈ വിശുദ്ധ മാസം നമ്മെ സഹായിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി ഏതാണ്? അള്ളാഹുവിൻ്റെ ഭൂമിയിൽ സത്യവിശ്വാസികൾ എന്ന നിലയ്ക്ക് നമുക്ക് ആർജിച്ചെടുക്കാൻ കഴിയുന്ന, നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ സവിശേഷമായ പദവി ഏതാണ്? അള്ളാഹുവിൻ്റെ അബുദാവുക എന്നതാണ്. അള്ളാഹുവിൻ്റെ മാത്രം അബുദാവുക എന്നതാണ് ഒരു സത്യവിശ്വാസിക്ക് ഇഹലോകത്ത് ലഭിക്കാവുന്ന ഏറ്റവും വലിയ പദവി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെ ലോകത്ത് കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാരും അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന വിശേഷണത്തിന് അർഹരാകാൻ കൊതിച്ചവരും അതിനായി അവരുടെ ജീവിതം സമർപ്പിച്ചവരുമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആഗ്രഹിച്ചത് ഒരു അബ്ദായ റസൂലാകാനാണ്. ഇമാം അഹ്മദ് റഹിമഹുല്ല നിവേദനം ചെയ്യുന്ന സ്വഹാബി വര്യൻ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം അൽബാനി സ്വഹീഹാക്കിയ ഹദീസാണ്. ഒരിക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇരിക്കുമ്പോൾ ആകാശ കവാടങ്ങൾ ഭേദിച്ച് ഒരു മലക്ക് ഇറങ്ങി വരികയാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആ മലക്കിനെ കണ്ട മാത്രയിൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഒരു മലക്ക് ഇറങ്ങി വരുന്നുണ്ട്. ആ മലക്ക് സൃഷ്ടിക്കപ്പെട്ട ശേഷം ആദ്യമായിട്ടാണ് ഈ ഭൂമുഖത്ത് കടന്നു വരുന്നത്. ഭൂമിയിലേക്കുള്ള ഈ മലക്കിന്റെ കടന്നു വരുന്നത് ഇതാദ്യമായിട്ടാണ്. ആ മലക്ക് വളരെ സുപ്രധാനമായ ഒരു കാര്യം ചുമതലപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ആ സുപ്രധാനമായ കാര്യം അങ്ങയിൽ നിന്ന് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇറങ്ങി വരുന്നത്. ഈ മലക്ക് വന്നുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, നബിയെ, അങ്ങേക്ക് രാജാധികാര പദവിയുള്ള റസൂലാകണമോ, നബിയാകണമോ, അതല്ല അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന വിശേഷണം സിദ്ധിച്ച നബിയാകണമോ? ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഖത്തേക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോക്കുമ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, തവാദഅ ലിറബ്ബിക യാ മുഹമ്മദ്. ഓ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് അള്ളാഹുവിന് മുന്നിൽ വിനയാന്വിതനാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൽ അബ്ദൻ റസൂല, എനിക്ക് ആകേണ്ടത് അബ്ദായ റസൂലാണ്. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഈ സംഭവത്തിന് ശേഷം ഒരിക്കൽ പോലും ചാരിയിരുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷണം കഴിക്കുമായിരുന്നില്ല, ചാരിയിരുന്ന് കഴിക്കുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആകുലു കമാ യഅകുലുൽ അബ്ദു വഅജ്ലസ കമാ യജ്ലിസുൽ അബ്ദു, ഒരടിമ ഭക്ഷിക്കുന്നത് പോലെ അവിടെ നിന്ന് ഭക്ഷിക്കുമായിരുന്നു, ഒരടിമ ഇരിക്കുന്നത് പോലെ അവിടെ നിന്ന് ഇരിക്കുമായിരുന്നു. അഥവാ ഈ സംഭവത്തിന് ശേഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അടിമുടി വ്യത്യാസം കാണാമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്,
അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യം അള്ളാഹു മുന്നിൽ വെച്ചുകൊണ്ട് അധികാര പദവിയുള്ള ആരെപ്പോലെ പൂർവികരായ ചില പ്രവാചകന്മാർക്ക് അള്ളാഹു രാജാധികാര പദവി നൽകിയിട്ടുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിനെ പോലെ, ദാവൂദ് അലൈഹിസ്സലാമിനെ പോലെ, യൂസുഫ് നബി അലൈഹിസ്സലാമിനെ പോലെ ഒരു പ്രദേശത്തിന്റെ ഭരണാധികാരിയാകുന്നതിനോടുകൂടി തന്നെ അവിടുത്തെ ആത്മീയ നേതൃത്വമായ ഒരു പ്രവാചകത്വ പദവി കൂടി അലങ്കരിക്കാൻ കഴിയുന്ന സവിശേഷമായ ജീവിതാനുഗ്രഹങ്ങളെ മേളിച്ചു നൽകപ്പെട്ട ഒരുപാട് പ്രവാചകന്മാർ ചരിത്രത്തിന്റെ ഇന്നലകളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, അങ്ങനെ വേണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അള്ളാഹു നൽകുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തെരഞ്ഞെടുക്കുന്നത് അള്ളാഹുവിന്റെ അബ്ദ് എന്ന വിശേഷണം സിദ്ധിച്ച റസൂലാകണം എന്നതാണ്. അതൊരു യോഗ്യതയായതുകൊണ്ടാണ്. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിയുടെ മുകളിൽ സത്യവിശ്വാസികൾക്ക് കിട്ടുന്ന ദൈവികമായ പദവികളിൽ ഏറ്റവും അത്യുത്കൃഷ്ടമായ പദവി അള്ളാഹുവിന്റെ അബ്ദ് മാത്രമായി തീരുക എന്നതാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ആഗ്രഹിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട അള്ളാഹു നൽകിയിട്ടുള്ള പ്രധാനപ്പെട്ട അനുഗ്രഹങ്ങളെ നമ്മൾ വിശുദ്ധ ഖുർആനിലൂടെ വായിക്കാൻ ശ്രമിക്കുമ്പോൾ ഒന്ന് വിശുദ്ധ ഖുർആന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം, ഈ ഉമ്മത്തിന്റെ അനുഗ്രഹം, മാലോകരുടെ അനുഗ്രഹം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് ഏത് എന്ന് ചോദിച്ചാൽ അത് വിശുദ്ധ ഖുർആനാണ്. ആ ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ എങ്ങനെയാണ് സംസാരിക്കുന്നത്? അൽഹംദുലില്ലാഹില്ലദീ അൻസല അലാ അബ്ദിഹിൽ കിതാബ് വലം യജ്അൽ ലഹു ഇവജാ. വക്രതയില്ലാത്ത വിശുദ്ധ വേദഗ്രന്ഥം തന്റെ അടിമയുടെ മേൽ അവതരിപ്പിച്ച അള്ളാഹുവിനത്രേ സർവസ്തുതിയും. അബ്ദിഹി, തന്റെ അടിമ എന്ന് അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുകയാണ്. ഖുർആൻ എന്ന അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും വലിയ മുഅ്ജിസത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ ഖുർആൻ എന്ന അനുഗ്രഹത്തെ അവതരിപ്പിച്ചു കൊടുത്തതിനെ പറ്റി ഖുർആൻ പറയുകയാണ്, അൻസല അലാ അബ്ദിഹി. അപ്പൊ തന്റെ ദാസൻ എന്ന് അള്ളാഹു ചേർത്ത് പറയുകയാണ് ഖുർആനിന്റെ അവതരണവുമായി ബന്ധപ്പെട്ട്. ഇനി ഇസ്രാ മിഅ്റാജുമായി ബന്ധപ്പെട്ട് സൂറത്തു ഇസ്രാഇന്റെ ആരംഭത്തിൽ അള്ളാഹു പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം. തന്റെ അടിമയെ രാപ്രയാണം ചെയ്യിപ്പിച്ചവൻ എത്ര പരിശുദ്ധൻ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലുണ്ടായ സുപ്രധാനമായ സംഭവബഹുലമായ സാഹചര്യങ്ങളെ അഡ്രസ് ചെയ്ത് വിശുദ്ധ ഖുർആൻ സംസാരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, അവിടെ അള്ളാഹുവിന്റെ ദാസൻ എന്നാണ് അഡ്രസ് ചെയ്യുന്നത്. റസൂൽ എന്നോ നബി എന്നോ ഇനി പേരെടുത്ത് വിശുദ്ധ ഖുർആൻ 4 ഇടങ്ങളിൽ മുഹമ്മദ് എന്ന് പേര് വിളിച്ചിട്ടുണ്ട്. പേരെടുത്തോ അല്ലെങ്കിൽ അഹ്മദ് എന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അബ്ദ്, അന്ത്യപ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അള്ളാഹുവിന് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സവിശേഷമായ പദവി അബ്ദ് എന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എപ്പോഴും അള്ളാഹുവിന്റെ അബ്ദ് എന്ന സവിശേഷമായ ആ പദവിയെ അലങ്കരിച്ച് ജീവിക്കാൻ ആഗ്രഹിച്ചവരാണ്. ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു തആല അൻഹു പ്രഭാത വേളയിൽ പ്രഭാത നമസ്കാരത്തിന്റെ ബാങ്കുലി മുഴക്കുന്നതിന് വേണ്ടി വരുമ്പോ തിരുവാദങ്ങളിൽ നീര് വന്ന് വീർത്തുകൊണ്ട് രാത്രി മുഴുവനും നമസ്കരിച്ചതിന്റെ പ്രയാസം ശാരീരികമായി അനുഭവിച്ചു നിൽക്കുന്ന അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുകയാണ്. പല അവസരത്തിലും ബിലാൽ ബിൻ റബാഹ് റളിയല്ലാഹു അൻഹു ചോദിച്ചു പോയി, നബിയെ, എന്തിനങ്ങ് ഇത്രത്തോളം ക്ലേശകരമായ, ഇത്രത്തോളം പ്രയാസകരമായ സാഹചര്യത്തെ അഭിമുഖീകരിക്കണം? അങ്ങയുടെ പാപങ്ങൾ അത് കഴിഞ്ഞതോ വരാനിരിക്കുന്നതോ പാപത്തിന്റെ സ്ഖലിതങ്ങൾ എന്തെങ്കിലും അങ്ങയുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം പടച്ചറപ്പ് പുറത്തു തരാമെന്ന് അങ്ങേക്ക് നൽകപ്പെട്ടിട്ടുള്ള വാഗ്ദാനമല്ലയോ മുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? എന്നിട്ടും എന്തേ നബിയെ, എനിക്ക് അള്ളാഹുവിനോട് നന്ദി ചെയ്യുന്ന അബ്ദാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി രേഖപ്പെടുത്തുന്ന ഒരു നല്ല അബ്ദാകാനുള്ള ശ്രമത്തിലാണ് ഞാൻ, ഈ അധ്വാനത്തിലാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലേശം വകവയ്ക്കാത്തത്, ശാരീരികമായി പ്രയാസത്തിന്റെ നേരെ ഞാൻ കണ്ണടയ്ക്കുന്നത്. അതിന്റെ പേരിലാണ് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു നൽകിയത് സവിശേഷമായ പദവി, അത് അബ്ദ് എന്ന പദവിയാണ്. അത് നേടിയെടുക്കുന്നത് ഏറ്റവും വലിയ പദവിയായി കണക്കാക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പദവി അവിടെ നിന്റെ ജീവിതത്തിൽ അവസാനം വരെ നിലനിർത്തുന്നതിന് വേണ്ടി അവിടെ നിന്ന് പരിശ്രമിച്ചു. സഹോദരങ്ങളെ, ലോകത്ത് അള്ളാഹുവിന്റെ അബ്ദായി തീരുക എന്നുള്ളത് ഏറ്റവും വലിയ നേട്ടമാണ്, അനുഗ്രഹമാണ്. അതാണ് ഏറ്റവും വലിയ പദവി. وَمِمَّا زَادَنِي شَرَفًا وَتِيهًا وَكِدتُّ بِأَخْمَصِيئَةَ الثُّرَيَّا دُخُولِي تَحْتَ قَوْلِكَ يَا عِبَادِي وَأَنْ صَيَّرْتَ أَحْمَدَ لِي نَبِيًّا. ആകാശത്തിൽ ഉയർന്നു നിൽക്കുന്ന സുറയ്യ നക്ഷത്രത്തോളം എന്റെ പദവികൾ കൊണ്ട് ഞാൻ കടന്നു ചെല്ലുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും കരണീയവും അഭികാമ്യവുമായി ഞാൻ കരുതുന്നത്, ഏറ്റവും വലിയ നേട്ടവും പ്രശംസാർഹമായ പദവിയുമായി ഞാൻ കണക്കാക്കുന്നത് അള്ളാഹുവിന്റെ അബ്ദ് എന്ന ആ വിളിയുടെ പരിധിയിൽ ഉൾപ്പെട്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിയായി ജീവിക്കുന്നതിനെയാകുന്നു എന്ന് പടച്ചവനോട് പാതിരാവുകളിൽ സ്വകാര്യം പറഞ്ഞ, അങ്ങനെ സംഭാഷണം നടത്തിയ മഹാനുഭാവന്മാർ കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. യാ ഇബാദി, എന്റെ ദാസ എന്ന ഖുർആനിന്റെ അനേകം സ്ഥലങ്ങളിലുള്ള വിളി, ആ വിളിയിൽ ഇങ്ങനെ ഉൾപ്പെടുക, അതിനെ വലിയ പദവിയായി കണ്ടവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തികളിൽ സവിശേഷമാം വിധം സ്ഥാനം അർഹിക്കുന്ന ഉമ്മത്തികളിൽ ഉൾപ്പെടാൻ സാധിക്കുക, ഇതിനെ വലിയ നേട്ടമായി കണ്ടവരാണ് മുൻഗാമികൾ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് നേടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ പദവി, അള്ളാഹുവിൽ നിന്ന് നേടിയെടുക്കാൻ കഴിയുന്ന പദവി അവന്റെ ദാസനായി മാറുക എന്ന പദവിയാണ്. അവന്റെ ദാസനായി മാറുക എന്ന പദവിയാണ്. ഈ പദവി നേടിയെടുക്കാൻ കുറുക്കു വഴികളില്ല. ഏതെങ്കിലും ആത്മീയ സംഘത്തിൽ ചേരുകയോ, ഏതെങ്കിലും ഒരു നേതാവിനെ കൂട്ടുപിടിക്കുകയോ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പ്രത്യേക തരത്തിലുള്ള വേഷഭൂഷാദികൾ സ്വീകരിക്കുകയോ ചെയ്തതുകൊണ്ട് അള്ളാഹുവിന്റെ അബ്ദ് എന്ന പദവിയിലേക്ക് എത്താൻ സാധിക്കുകയില്ല. അതിന് കുറുക്കു വഴികളില്ല, അതിന് വളഞ്ഞ വഴികളില്ല, അതിന് ഡയറക്റ്റ് വഴിയാണ്. ആ വഴി അള്ളാഹു പഠിപ്പിച്ചതാണ്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നതാണ്. ആ വഴി വ്യക്തമാണ്, സുവ്യക്തമാണ്, ലളിതമാണ്. وما تقرب إلي عبدي بشيء أحب إلي مما افترضت عليه. ഞാനുമായി എൻ്റെ ഒരു ദാസന് അടുപ്പം സ്ഥാപിക്കാൻ സാധിക്കണമെങ്കിൽ ഞാൻ അവന് നിർബന്ധമാക്കിയ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ അവൻ പാലിക്കണം. ഇതാണ് ഒരു വഴി. അള്ളാഹുവുമായിട്ടുള്ള അടുപ്പം സ്ഥാപിക്കാൻ, അഥവാ അബ്ദ് എന്ന പദവിയിലേക്ക് നടന്നെത്തുന്നതിന് ഒരാൾക്ക് തുടക്കം കുറിക്കണമെങ്കിൽ അള്ളാഹു ഫർദാക്കിയതിനെ ജീവിതത്തിൽ കണിശതയോടെ നിർവഹിക്കുകയും നിറവേറ്റുകയും ചെയ്യുന്നവനാവുക എന്നതാണ് ഒന്നാമത്തെ കാര്യം. ഫർദായ കാര്യങ്ങൾ കണിശതയോടെ നിർവഹിക്കുക. വലാ വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബഹു. പിന്നെ എന്റെ ദാസൻ എന്ന ആ അഭിമാന ബോധത്തോടുകൂടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പരിഗണിക്കണമെങ്കിൽ, അവന്റെ സ്നേഹഭാചനം എന്ന സവിശേഷമായ ഇഷ്ടദാസൻ എന്ന ആ പദവിയിലേക്ക് നമുക്ക് ഉയരണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതാധ്യാപനങ്ങളെ പരിഗണിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിതം നടത്തുക, ജീവിക്കുക. അഥവാ സുന്നത്തായ അമലുകൾ ജീവിതത്തിൽ ഭാഗമാക്കുക. സുന്നത്തായ അമലുകൾ, ഇങ്ങനെ ഫർദും സുന്നത്തും ഇത് അള്ളാഹു നൽകിയതാണ്. ഈ ഫർദും സുന്നത്തും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിർവഹിച്ചാൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ അബ്ദാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കി ഫർദും സുന്നത്തുമായ അമലുകൾ അതിന്റെ ആത്മാവ് തൊട്ടറിഞ്ഞ് നിർവഹിക്കുകയാണെങ്കിൽ ഒരാൾക്ക് അള്ളാഹുവിന്റെ അബ്ദായി തീരാം. ഫർദും സുന്നത്തുമായ അമലുകൾ നമ്മൾ നിർവചിക്കുന്ന സുന്നത്തല്ല, നമ്മൾ നിശ്ചയിക്കുന്ന ഫർദല്ല, നമ്മൾ തീരുമാനിക്കുന്നതല്ല. അള്ളാഹുവും അള്ളാഹുവിന്റെ റസൂലും നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ, ആ ദീനിൽ വെട്ടിച്ചുരുക്കലുകളും ഏറ്റക്കുറച്ചിലുകളും കൂട്ടിച്ചേർക്കലുകളും ഇല്ലാത്ത വിധമുള്ള ഏറ്റവും കലർപ്പില്ലാത്ത രീതിയിലുള്ള ഒരു നിർവഹണം, ഒരു ജീവിതത്തിലെ ഏറ്റെടുക്കൽ, അതാണ് ഫർദും സുന്നത്തുമായ അമലുകളിലൂടെ നിർവഹിക്കപ്പെടേണ്ടത്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമായുടെ മുന്നിൽ വെച്ച് ഒരാൾ തുമ്മി. ആ തുമ്മിയ ആള്
അല്ലാഹുമ്മ സ്വല്ലി അലാ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറഞ്ഞു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഈ തുമ്മി അൽഹംദുലില്ലാ എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ സ്വലാത്ത് പറയാൻ എന്നോട് ആര് പറഞ്ഞു? അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പൊ ഇങ്ങനെ നന്മയാണ് എന്ന് കരുതിയിട്ട് എക്സ്ട്രാ നമ്മുടെ തീരുമാനങ്ങൾക്കനുസരിച്ച്, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച്, നമ്മുടെ ചിന്താഗതികൾക്കനുസരിച്ച് അള്ളാഹുവിന്റെ ദീനിൽ ഒരു കൂട്ടലിനും ഒരു കുറയ്ക്കലിനും ആർക്കും അവകാശമില്ല, ആർക്കും അർഹതയില്ല. ആ വിധം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ഫർദും സുന്നത്തുമായ അമലുകൾ നിർവഹിക്കുന്ന, അതിൻ്റെ ആത്മീയമായ സൗന്ദര്യത്തെ, അതിൻ്റെ ഉള്ളടക്കത്തെ പൂർണ്ണമായും ആവാഹിച്ചുകൊണ്ട് ഇബാദത്തുകൾ നിർവഹിക്കുന്ന ആളുകൾക്കാണ് അള്ളാഹുവിന്റെ അബ്ദായി തീരാൻ സാധിക്കുന്നത്. ഇനി അബ്ദായി തീർന്നാലുള്ള നേട്ടമെന്താ? അള്ളാഹുവിന്റെ അബ്ദ് എന്ന പദവി ഏറ്റവും വലിയ നേട്ടമായി തീരുന്നത് സഹോദരങ്ങളെ എന്തുകൊണ്ടാണ്? അള്ളാഹുവിന്റെ അബ്ദാവുക എന്നുള്ളത് അള്ളാഹു അല്ലാത്തവരുടെ അബ്ദാവുകയില്ല എന്ന പ്രഖ്യാപനമാണ് അത് ഉൾക്കൊള്ളുന്നത്. പടച്ചവന്റെ അടിമയായാൽ പിന്നെ ആരുടെയും അടിമയാവൂല എന്നതാണ്. അള്ളാഹു അല്ലാത്ത വ്യക്തികളുടെ, അള്ളാഹു അല്ലാത്ത ശക്തികളുടെ, അള്ളാഹു അല്ലാത്ത വസ്തുക്കളുടെ അടിമയാവാൻ ഞാൻ ഒരുക്കമല്ല എന്നതാണ്. അത് സാമ്രാജ്യത്വ ശക്തികളാകാം, സൈനിസ്റ്റ് ശക്തികളാകാം, ലോക പോലീസ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആളുകൾ കണ്ണുരുട്ടിയാൽ പോലും അവരുടെ മുമ്പിൽ ഞാൻ എൻ്റെ റബ്ബിനെ മാത്രം വിശ്വസിക്കുന്നു, പരിഗണിക്കുന്നു, ഹസ്ബുനല്ലാഹ്, എനിക്ക് എൻ്റെ റബ്ബ് മതി എന്ന മനോഭാവം അവനെ പിടിച്ചു നിർത്തും. ലോകം മുഴുവനും അവനെതിരെ ഇളകി മറിഞ്ഞ് നിറഞ്ഞാടി വന്നാലും അവൻ അള്ളാഹുവിൽ പരമേൽപ്പിച്ച് പാദം ഉറപ്പിച്ചിടത്ത് ഉറപ്പിച്ചു തന്നെ നിൽക്കും. ഇതാണ് അള്ളാഹുവിന്റെ അബ്ദായാലുള്ള ഗുണം. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും ഉഹദിൽ പങ്കെടുത്തു. ഉഹദിൽ ആദ്യം വിജയവും പിന്നീട് പരീക്ഷണാർത്ഥം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാജയം രുചിപ്പിക്കുകയും ചെയ്തു. ഈ പരാജയത്തിനൊക്കെ ശേഷം അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിക്കുന്നുണ്ട്. അടുത്ത വർഷം ബദറിൽ ഒരു ആഘോഷം, ചന്ത നടക്കാറുണ്ട് എല്ലാ വർഷവും. അവിടെ വെച്ച് നമുക്ക് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വെല്ലുവിളി ഏറ്റെടുത്തു. പക്ഷെ പിറ്റേ കൊല്ലമായപ്പോ ശത്രു സമൂഹത്തിന് ദാരിദ്ര്യം വന്ന് പിടിപെട്ടു. അവർക്ക് യുദ്ധത്തിന് വേണ്ടിയിട്ട് സന്നാഹമൊരുക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ പേടിപ്പിച്ച് നിർത്തണമല്ലോ. ഇസ്ലാമിക സമൂഹത്തെ പേടിപ്പിച്ച് നിർത്താൻ കൂലിക്ക് ആളെ ഇറക്കി. ഇന്ന് മാധ്യമങ്ങളെ ഇറക്കുന്നുണ്ടെങ്കിൽ അന്ന് പ്രത്യേകം തയ്യാർ ചെയ്യപ്പെട്ട, ട്രെയിനിങ് കൊടുക്കപ്പെട്ട പ്രത്യേകം ആളുകളെ അന്ന് ഇറക്കുമായിരുന്നു. അങ്ങനെ ആളുകളെ മദീനയിലേക്ക് ഇറക്കിയിട്ട് പറഞ്ഞു, അല്ലദീന ഖാല ലഹുമുന്നാസ് ഇന്നന്നാസ ഖദ് ജമഉ ലക്കും, നിങ്ങളെ തീർക്കാൻ വേണ്ടിയിട്ട് മക്കയിൽ കോപ്പ് കൂട്ടുന്നുണ്ട്, സന്നാഹം ഒരുക്കുന്നുണ്ട്, കരുതിയിരുന്നോണം. തുടച്ചു നീക്കാനാണ് പ്ലാൻ. സർവം തകർത്ത് കളയും. ഇതിങ്ങനെ മദീനയിലുള്ള വിശ്വാസികളുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൊടുത്തുകൊണ്ടേയിരുന്നു. കാരണം അവർക്ക് യുദ്ധം ചെയ്യാൻ വരാൻ കഴിയില്ല. അപ്പം അതേസമയം ഇവിടെ എന്ത് ചെയ്യുക? അങ്ങോട്ട് വരുത്താതിരിക്കുക. എന്നിട്ട് വന്നില്ല, ഭീരുക്കളായ ആളുകൾ വന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജയിച്ചേ എന്ന് പറയണം. ആധുനിക കാലത്ത് ഇന്ന് പല രാജ്യങ്ങളും എടുക്കുന്ന പോളിസി നമ്മൾ കാണുകയാണ്. അല്ലദീന ഖാല ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണം, നിങ്ങൾ സൂക്ഷിച്ചോണം. ഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ ഫസാദഹും ഈമാനം ഫഖാലു ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. ഇത് കേട്ട വിശ്വാസികളുടെ ഹൃദയത്തിൽ ഈമാൻ അങ്ങ് വർദ്ധിച്ചു. അവർ അള്ളാഹുവിൽ പരമേൽപ്പിക്കാൻ ഏറ്റവും നല്ലവൻ അള്ളാഹുവാണ് എന്ന് അവർ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അവർ അള്ളാഹുവിൽ പരമേൽപ്പിച്ചു. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത്, ഏതു വലിയ പ്രതിസന്ധി ഉരുണ്ടുകൂടി തന്റെ ജീവിതത്തെ തകർക്കാൻ കടന്നു വരുന്നു എന്ന് അറിയുമ്പോഴും ഈമാൻ വർദ്ധിക്കുകയും അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുകയും അള്ളാഹു എനിക്ക് മതിയായവനാണ് എന്ന് ഉറച്ചു വിശ്വസിക്കുകയും അള്ളാഹു മതിയായവനായതുകൊണ്ട് തന്നെ അവൻ എൻ്റെ കൂടെ ഉണ്ടാകുമെന്നും അവന്റെ സംരക്ഷണം എനിക്കുണ്ടെന്നും അവന്റെ സംരക്ഷണം എനിക്ക് മതിയെന്നും മറ്റാരുടേതും വേണ്ടെന്നും ഉറപ്പിക്കാൻ കഴിയുന്ന ഒരു മനോഭാവത്തെ വളർത്തിയെടുക്കാൻ ഒരാൾക്കേ സാധിക്കൂ. അത് അള്ളാഹുവിന്റെ അബ്ദായി തീരുമ്പോൾ മാത്രമാണ്. അള്ളാഹുവിന്റെ അബ്ദിന് മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ അബ്ദ് എന്ന നിലവാരത്തിലേക്ക് ഉയരുമ്പോഴാണ്
ഒരാൾക്ക് അങ്ങനെ ചിന്തിക്കാനും ആ നിലപാടെടുക്കാനും ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് ഉള്ളറിഞ്ഞു പറയാനും സാധിക്കുന്നത്. ഇല്ലെങ്കിൽ സഹോദരങ്ങളെ, അള്ളാഹുവിന് തന്റെ ഉബൂദിയ്യത്ത് സമ്മതിക്കാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയാളിൽ ഉണ്ടാകുന്നത് ഒരുപാട് ദൗർബല്യങ്ങളാണ്. അവകാശബോധമില്ലായ്മ, അപകർഷബോധം, ദൗർബല്യം, ഇങ്ങനെ തുടങ്ങി ഒരു മനുഷ്യനെ ദുർബലപ്പെടുത്തുന്ന എല്ലാ ദുർഗുണങ്ങളും അയാളെ ബാധിക്കും. വിശുദ്ധ ഖുർആൻ ഏറ്റവും വലിയ സമൂഹമായ ബനൂ ഇസ്രായേലികളുടെ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബനൂ ഇസ്രായേലികളുടെ ചരിത്രം, ഫറോവയിൽ നിന്ന് ഇവരെ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം രക്ഷിച്ചെടുത്ത് ചെങ്കടൽ പിളർത്തി അടുത്ത മരുഭൂമിയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇതിന് സാക്ഷ്യം വഹിച്ചൊരു ജനതയാണവർ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, ഫലമ്മാ തറാഅൽ ജംആനി ഖാല അസ്ഹാബു മൂസാ ഇന്നാ ലമുദ്റകൂൻ. രാത്രിയുടെ ഇരുളിന്റെ മറവിൽ മൂസാ നബി അലൈഹിസ്സലാം സ്വസമുദായമാകുന്ന ബനൂ ഇസ്രായേലികളെ രക്ഷിച്ചെടുത്ത് ചെങ്കടലിന്റെ സമീപം കൊണ്ടുവന്നപ്പോൾ ഇതറിഞ്ഞ് സന്നാഹത്തോടുകൂടി ഫിർഔനും അവന്റെ പ്രവൃത്തികളും ഇവരുടെ പിന്നാലെ ചെന്നു. ചെങ്കടലിന്റെ മുന്നിൽ എത്തി നിൽക്കുമ്പോൾ ബനൂ ഇസ്രായേലികൾ കാണുന്നത് തൊട്ടു മുമ്പിൽ ചെങ്കടലാണ്, തൊട്ടു പുറകിലോ സന്നാഹത്തോടുകൂടി വന്നു നിൽക്കുന്ന ഫറോവയും അവന്റെ കിങ്കരന്മാരുമാണ്. അവര് പറഞ്ഞു പോയി, ഇന്നാല മുദ്റകൂൻ, നമ്മൾ പിടിക്കപ്പെട്ടു, ഇനി രക്ഷയില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ സംബന്ധിച്ച് ആ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം ഒരു അല്പം പോലും ലവലേശം സംശയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വിചാരങ്ങളോ ഉണ്ടായിരുന്നില്ല. മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉറപ്പോടുകൂടി പറഞ്ഞു, എന്റെ റബ്ബെന്നോടൊപ്പമുണ്ട്, ആ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരും. പടച്ചവൻ വഴി കാണിച്ചു, അവിടെ നിന്നവർ രക്ഷപ്പെട്ടു. സഹോദരങ്ങളെ, പറഞ്ഞു വരുന്നത് അള്ളാഹുവിന്റെ ഈ സഹായം കണ്ടവരാണ് ആര്? ബനൂ ഇസ്രായേലികൾ. ഈ ആളുകൾ നേരെ അവിടെ നിന്ന് കരയ്ക്കെത്തിച്ചിട്ട് ആ കരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കുറേ ദിവസം ആകാശത്ത് നിന്ന് ഡയറക്റ്റ് ആഹാരം ഇറക്കി കൊടുത്തു. മന്നും സൽവയും, ഖുർആൻ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. മന്നും സൽവയും ഇത് കഴിച്ച് പുറകിൽ മരുഭൂമിയിൽ, ചുട്ടുകൊള്ളുന്ന മരുഭൂമിയിൽ മേഘത്തിന്റെ തണൽ കൂടി ഇങ്ങനെ ഇട്ട് കൊടുത്തു. അപ്പൊ മേഘത്തിന്റെ ആ തണൽ മേൽക്കൂരയ്ക്ക് താഴെ സ്വർഗീയ ഭക്ഷണം കഴിച്ചിങ്ങനെ കഴിഞ്ഞുകൂടിയപ്പോൾ അള്ളാഹുവിന്റെ റസൂലാകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, നമ്മൾ ഈ മരുഭൂമി കിടക്കേണ്ട ആളുകളല്ല, നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ഭൂമിയുണ്ട്, അത് ഫലസ്തീനാണ്. അവിടെ മർദ്ദക ഭരണാധികാരി ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അവന്റെ മുമ്പിൽ പോയി അവകാശം ചോദിച്ചു വാങ്ങി നിങ്ങൾ അവിടെ കയറണം. അവർ പറഞ്ഞ മറുപടി എന്താ? നമുക്കിവിടെ എങ്ങനെയൊക്കെ ജീവിച്ചാൽ മതി, ഇത് തന്നെ വലിയ സന്തോഷം, റാഹത്ത്, പണിയെടുക്കണ്ട, ഒന്നും ചെയ്യണ്ട, റാഹത്തായിട്ട് പോകുന്നുണ്ട്. നീ നിന്റെ റബ്ബും പോയി യുദ്ധം ചെയ്ത് വേണമെങ്കിൽ ആ നാട് നമുക്ക് സ്വന്തമാക്കി തന്നാൽ നമ്മൾ കയറി താമസിക്കാം. ഇതെന്താണ്? അപകർഷബോധമാണ്, അവകാശബോധമില്ലായ്മയാണ്. ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത റബ്ബിന്, ആ ജനതയുടെ ജീവിത ആവശ്യങ്ങൾ നിറവേറ്റിക്കൊടുത്ത റബ്ബിന് അവർക്ക് അവകാശപ്പെട്ട ഭൂമിയും അള്ളാഹുവിന് കൊടുക്കാം. പക്ഷേ അള്ളാഹു അത് കൊടുക്കൂല. എന്താണെന്നറിയോ? ഭൂമിയിൽ തന്റെ അവകാശം അത് അർഹരിൽ നിന്ന് ചോദിച്ചു വാങ്ങുക എന്നുള്ളത് ഒരു വിശ്വാസിയുടെ താല്പര്യമാണ്. അവന്റെ ഉള്ളിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് പിന്നെ എന്തിന്? അവന്റെ ഉള്ളിലുള്ള ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തിനാണ്? പള്ളിയുടെ ഉള്ളിൽ കേവലം വ്യക്തിപരമായ ഇബാദത്തെടുത്ത് ചടഞ്ഞിരിക്കാനുള്ളതല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നത് അവന് ഊർജം സമ്മാനിക്കേണ്ടതാണ്. എന്താണ് ഊർജം? ഞാൻ അള്ളാഹുവിന്റെ മാത്രം അടിമയാണ്, ഞാൻ മറ്റാരുടെയും അടിമയാവാൻ ഒരുക്കമല്ല. അതുകൊണ്ട് എനിക്ക് ഈ ദുനിയാവിൽ ഒരാളെയും ഭയമില്ല. ഇറ്റലിയുമായി പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഉമർ മുഖ്താറിനോട് ചില അനുയായികൾ വന്ന് പറഞ്ഞു, ആകാശത്ത് ബോംബർ വിമാനങ്ങൾ ഇങ്ങനെ വട്ടമിട്ട് പറക്കുകയാണ്. അദ്ദേഹം ചോദിച്ച മറുപടി, സിംഹാസനത്തിന്റെ ഉടമസ്ഥനായ ആ റബ്ബിന്റെ സിംഹാസനത്തിന്റെ മുകളിലൂടെയാണോ അതിന്റെ ചുവട്ടിലൂടെയാണോ ഈ ബോംബർ വിമാനം പറക്കുന്നത്? പറഞ്ഞു, അർശിന്റെ ചുവട്ടിൽ കൂടിയാണ് പറക്കുന്നത്. അർശിന്റെ ചുവട്ടിലൂടെ ബോംബർ വിമാനം പറക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു സിംഹാസനവും ആ സിംഹാസനസ്ഥനായ റബ്ബും ഉണ്ടായിരിക്കെ പിന്നെ എന്തിനു നമ്മൾ പേടിക്കണം?
സഹോദരങ്ങളെ, ഈ നിലയ്ക്കുള്ളൊരു വിശ്വാസത്തെ, ഈ നിലയ്ക്കുള്ളൊരു ആദർശത്തെ കൂടി നമ്മുടെ ഹൃദയത്തിലും ജീവിതത്തിലും രൂപപ്പെടുത്തുമ്പോഴാണ് നമ്മൾ അള്ളാഹുവിൻ്റെ അബ്ദ് എന്ന വിശേഷണത്തിന് അർഹരായിത്തീരുന്നത്. ബനൂ ഇസ്രായേലികളെ നമുക്ക് വിശദമായി വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിച്ചു തരുന്നതിന്റെ താല്പര്യം എന്താണ്? ആ ജനതയെ പോലെ, അവരുടെ മനോഭാവങ്ങളെ പോലെ, അവരുടെ ദൗർബല്യങ്ങളെ പോലെ നിങ്ങളുടെ മനോഭാവങ്ങളും നിങ്ങളുടെ അവസ്ഥകളുമായി പോകരുത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടിയാണ്. മറിച്ച് ഏത് പ്രതികൂല സാഹചര്യത്തിലും അള്ളാഹുവിന്റെ അബ്ദ് എന്ന വിശേഷണത്തിൽ ഭൂമിയിൽ ഉറച്ചു നിൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് കഴിയണം. അതിന് യജമാനനായ അള്ളാഹു ഇച്ഛിക്കുന്ന ജീവിതം നമ്മൾ തിരഞ്ഞെടുക്കാൻ തയ്യാറാവണം. അതാണ് ഈ അബ്ദാവുക എന്നുള്ളത്. അബ്ദ് എന്നത് 3 അക്ഷരമാണ് അറബിയിൽ, അബ്ദ്. പക്ഷേ ഈ അബ്ദ് എന്ന പദവിയിൽ അള്ളാഹു പരിഗണിക്കാൻ നമ്മൾ എടുക്കേണ്ട പണിയെടുക്കണം. അബ്ദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇച്ഛിക്കുന്നതാണ് അവന്റെ ജീവിതം. ഞാൻ അബ്ദാകാൻ സന്നദ്ധത അറിയിച്ചുകൊണ്ട് പടച്ചവനിലേക്ക് നടന്നെടുക്കാൻ ശ്രമിക്കുമ്പോൾ അവൻ വരച്ചിട്ട ജീവിതമാണ് എൻ്റെ ജീവിതം, അതിനപ്പുറത്ത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുകയില്ല എന്ന് ഉറപ്പിക്കാൻ ഒരു സത്യവിശ്വാസിക്ക് കഴിയണം. ഇബ്രാഹിം ഇബ്നു അദ്ഹം ഇറാഖിന്റെ ബൽഖി സാമ്രാജ്യത്തിന്റെ അധിപനായി വാണരുളിയിരുന്നൊരു കാലത്ത് അദ്ദേഹത്തിന്റെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മാർക്കറ്റിൽ നിന്ന് ഒരു മനുഷ്യ അടിമയെ വാങ്ങിക്കൊണ്ടുവരുന്നുണ്ട്. തന്റെ അടിമയുടെ അഭിരുചികളും താല്പര്യങ്ങളും ഒക്കെ അറിയാൻ വേണ്ടിയിട്ട് ചില സംസാരങ്ങൾ നടത്തുന്നു. അദ്ദേഹം ചോദിച്ചു, എന്താണ് നിന്റെ പേര്? അങ്ങ് വിളിക്കുന്നതാണ് എൻ്റെ പേര്. നിനക്കെന്താണ് ഞാൻ കഴിക്കാൻ തരേണ്ടത്? അങ്ങ് എന്ത് തന്നാലും ഞാൻ സ്വീകരിക്കും. നിനക്കെന്താണ് വസ്ത്രമായി ഉടുക്കാൻ തരേണ്ടത്? അങ്ങ് ഏത് വസ്ത്രം തന്നാലും ഞാൻ സ്വീകരിക്കും. പ്രത്യേകിച്ച് എന്തെങ്കിലും നിനക്ക് ഞാൻ ചെയ്തു തരേണ്ടതുണ്ടോ? ഒരു അടിമയ്ക്ക് യജമാനനിൽ നിന്ന് എന്താണ് കിട്ടാനുള്ളത്? ഒരു അടിമ യജമാനനിൽ നിന്ന് എന്താണ് പ്രതീക്ഷിക്കുന്നത്? ഈ ചോദ്യമാണ് തന്റെ അധികാരവും തന്റെ സാമ്രാജ്യത്തിന്റെ എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ച് അള്ളാഹുവിന്റെ അബ്ദാകാൻ ഇറങ്ങിത്തിരിക്കുന്നതിന് ഇബ്രാഹിം ഇബ്നു അദ്ഹം എന്ന മഹാമനീഷിയെ പ്രചോദിപ്പിച്ചത്. നീയും നിന്റെ നാഥനോട് ഈ വിധം അനുസരണയുള്ള അടിമയായി തീരണമെന്ന് സ്വന്തം താടിയിൽ പിടിച്ച് ആത്മകഥം ചെയ്തുകൊണ്ടാണ് തന്റെ കിരീടവും ചെങ്കോലും സിംഹാസനവും ഉപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം ഇറങ്ങി പുറപ്പെടുന്നത്. സഹോദരങ്ങളെ സൂചിപ്പിക്കുന്നത്, യജമാനനായ അള്ളാഹു നമുക്ക് ഇച്ഛിക്കുന്നതാണ് നമ്മുടെ ജീവിതം. ആ ഇച്ഛയ്ക്കനുസരിച്ചുള്ള ഒരു ജീവിതത്തെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ വിശുദ്ധ റമളാനിലെ നോമ്പിലൂടെ, ഇതര സൽക്കർമ്മങ്ങളിലൂടെ, നോമ്പിലൂടെ ആർജിച്ചെടുക്കുന്ന ആത്മനിയന്ത്രണത്തിലൂടെ സഹോദരങ്ങളെ നമുക്ക് കഴിയുമ്പോൾ അത് അള്ളാഹുവിന്റെ അബ്ദ് എന്ന സവിശേഷ പദവിയിലേക്ക് ചെന്നെത്താൻ നമ്മളെ സഹായിക്കും. അങ്ങനെ അള്ളാഹുവിന്റെ അബ്ദായി തീർന്നാൽ അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകും എന്നതാണ് ഏറ്റവും വലിയ കാര്യം. അള്ളാഹു സംരക്ഷണം നൽകും. നമ്മുടെ ഓരോ അവയവങ്ങൾക്കും, നമ്മുടെ കണ്ണിന്, കാതിന്, കൈകാലുകൾക്ക് അള്ളാഹു സംരക്ഷണം നൽകും. അഥവാ നിഷിദ്ധ മാർഗേണയുള്ള ജീവിതത്തിൽ നിന്ന് അള്ളാഹു എല്ലാ അർത്ഥത്തിലും നമുക്ക് കാവലൊരുക്കി തരും. മറ്റൊന്ന്, അള്ളാഹു നമ്മൾ ചോദിക്കുന്നതൊക്കെ തരും. എന്റെ അബ്ദായി തീരാൻ ശ്രമിക്കുന്ന അടിമ എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അവന് കൊടുക്കും. എന്റെ അടിമ എന്തെങ്കിലും കാര്യത്തിൽ നിന്ന് കാവൽ തേടിയാൽ അവന് ഞാൻ കാവൽ നൽകും. ഇങ്ങനെ അള്ളാഹുവിന്റെ സംരക്ഷണം ഓരോ അവയവങ്ങളിലും ഉറപ്പാക്കാൻ കഴിയുന്ന, ചോദിച്ചാൽ അള്ളാഹു നൽകുന്ന, കാവൽ തേടുന്ന കാര്യത്തിൽ നിന്ന് കാവലും സംരക്ഷണവും നൽകുന്ന വിധം അള്ളാഹുവിന്റെ അബ്ദായി തീരാൻ അള്ളാഹു ഫർദും സുന്നത്തുമാക്കിയ അമലുകൾ നിർവഹിക്കുക എന്നതാണ്. റമളാൻ പോലെ ഫർദും സുന്നത്തുമായ അമലുകൾക്ക് ഇത്രമേൽ പ്രാധാന്യം നൽകുന്ന ഒരു മാസം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ആയുസ്സിൽ മറ്റു മാസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയില്ല. ഫർദായ അമലുകൾക്ക് 70 ഫർദിന്റെ പ്രതിഫലം, ഒരു സുന്നത്തിന് ഫർദിന്റെ പ്രതിഫലം എന്ന നിലയ്ക്ക് ബറക്കത്ത് ചെയ്യപ്പെട്ടൊരു മാസമാണ് റമളാൻ എന്നത്. ഈ റമളാനിൽ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ഫർദായ അമലുകൾ അതിന്റെ കണിശതയോടെ, കൃത്യതയോടെ നിർവഹിച്ച് സുന്നത്തായ അമലുകളിൽ അതീവ താല്പര്യം പുലർത്തി നാം മുന്നോട്ട് പോകുമ്പോൾ, വിശുദ്ധ റമളാൻ എന്ന പാഠശാലയിൽ നിന്ന്, പരിശീലന കളരിയിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് അള്ളാഹുവിന്റെ അബ്ദ് എന്ന സവിശേഷ പദവിയായിരിക്കണം.
തഖ്വാബോധം എന്നത് ഈ അബ്ദ് എന്ന വിശേഷണത്തോടൊപ്പം നമുക്ക് അലങ്കരിക്കേണ്ട ഏറ്റവും വലിയ പദവിയായിരിക്കണം. അങ്ങനെ വരുമ്പോൾ നമ്മുടെ മരണസമയത്തും മരണാനന്തരം സ്വർഗത്തിലും നമുക്ക് സവിശേഷമായ അർഹതയും അംഗീകാരവും അള്ളാഹു നൽകും. മരണസമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരാകുന്ന ആളുകളുടെ ആ മരണസമയത്തുള്ള അവരുടെ അവസ്ഥ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. സമാധാനമടഞ്ഞ ആത്മാവേ, അള്ളാഹുവിൻ്റെ അബ്ദായി തീരുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട്. ഞാൻ എൻ്റെ റബ്ബിൻ്റെ അടിമയാണ് എന്ന് പറയുമ്പോൾ അവിടെ ആശങ്കകളെല്ലാം വിട്ടൊഴിയുകയാണ്. പിന്നെ ആരെയും പേടിയില്ല, ഒരു പടപ്പിനെയും പേടിയില്ല. പടച്ചവനെ മാത്രം പേടിപ്പിക്കുമ്പോൾ ഒരു മനുഷ്യന് കിട്ടുന്ന സമാധാനമുണ്ട്. ആ സമാധാനമടഞ്ഞ ആത്മാവേ, നീ നിന്റെ റബ്ബിലേക്ക്, നീ അവനിൽ തൃപ്തിപ്പെട്ടും അവൻ നിന്നിൽ തൃപ്തിപ്പെട്ടും നീ മടങ്ങിക്കൊള്ളുക. അള്ളാഹു പറയുന്നത് പോലെ അവിടെ കാണാം, ഫദ്ഖുലി ഫീ ഇബാദി, നീ എൻ്റെ അടിമകളിൽ ഉൾപ്പെട്ടുകൊള്ളുക. ഫദ്ഖുലി ജന്നതി, സ്വർഗത്തിലും പ്രവേശിച്ചു കൊള്ളുക. ഇത് മരണനേരത്ത് അള്ളാഹുവിൻ്റെ അബ്ദുകൾക്ക്, അള്ളാഹുവിൻ്റെ അബ്ദായി തീർന്നവർക്ക് മാത്രം കിട്ടുന്ന ആ സവിശേഷമായ അനുഗ്രഹമാണ്. നാളെ സ്വർഗ്ഗലോകത്ത് അള്ളാഹു അവൻ്റെ ഖുദ്സി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുദ്സിയായ ഹദീസിലൂടെ പറഞ്ഞു തരുന്നു, അള്ളാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്ത് അഅത്തു ലിഇബാദി അസ്സാലിഹീന മാ ലാ ഐൻ റഅത്, ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളാണ് എൻ്റെ സത്വൃത്തരായ ദാസന്മാർക്ക്, അബ്ദുകൾക്ക് വേണ്ടി ഞാൻ തയ്യാർ ചെയ്തിരിക്കുന്നത്. ഒരു കാതുകൊണ്ടും ഇതുവരെ കേട്ടിട്ടില്ലാത്ത അനുഗ്രഹങ്ങളാണ് അവരെ കാത്തിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഹൃദയം കൊണ്ടും ചിന്തിച്ച് രൂപപ്പെടുത്താൻ, അഥവാ ഇമാജിൻ ചെയ്ത് കണ്ടെത്താൻ കഴിയുന്ന ഇതുപോലും അല്ലാത്ത വിധം, അഥവാ അവന്റെ ഭാവനകൾക്കപ്പുറത്തുള്ള ഒരു സ്വർഗമാണ് എൻ്റെ അബ്ദുകൾക്ക് ഞാൻ സ്വർഗത്തിൽ നൽകുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ അല്ലാഹുവിനുള്ളവരാവുക എന്നതാണ് ഈ റമദാനിൽ നമുക്ക് നമ്മുടെ ഇബാദത്ത് കൊണ്ട്, ജീവിതം കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അലൈസല്ലാഹു ബികാഫിൻ അബ്ദഹു, അടിമയ്ക്ക് അല്ലാഹു പോരെ എന്ന് അല്ലാഹു ചോദിക്കുകയാണ്. എന്ന് വെച്ചാൽ അല്ലാഹു മതിയായവനാണ്. അല്ലാഹുവിന് പുറമേയുള്ള ശക്തികളെ കൊണ്ട്, വ്യക്തികളെ കൊണ്ട്, വസ്തുക്കളെ കൊണ്ട് നിങ്ങളെ നിരന്തരമായി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഭയപ്പെടുത്തലിന് പലപ്പോഴും നിങ്ങൾ വിധേയരാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഭയപ്പാടിന്റെ മറവിൽ ഇങ്ങനെ നിങ്ങൾ നിസ്സംഗരായി, നിഷ്ക്രിയരായി, നിങ്ങളുടെ ദൗർബല്യങ്ങളെല്ലാം വെളിവാക്കിക്കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ്. നിങ്ങൾ ആ രംഗം ഉപേക്ഷിച്ചുകൊണ്ട് നിങ്ങൾ റഹ്മാനായ റബ്ബിന്റെ അബ്ദായി, അടിമയായി തീരുക. നിങ്ങൾക്ക് ഈ ലോകത്ത് ആരെയും പേടിക്കേണ്ടി വരികയില്ല എന്ന് ആദ്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് അവതരിപ്പിച്ച് സംസാരിച്ചത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമുക്ക് അല്ലാഹു മതി, ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ എന്ന ആ വിശ്വാസികളുടെ നിലപാടിന്റെ മുദ്രാവാക്യത്തെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിൽ എടുത്തണിയാൻ ഈ റമളാൻ കാലത്തെ ജീവിതം നമ്മളെ സഹായിക്കണം. നമുക്ക് അല്ലാഹു മതി. റാബിഅത്തുൽ അദവിയ എന്ന ആബിദത്തായ മഹദി, സുവർണകാലം എന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച ഉത്തമ 3 നൂറ്റാണ്ടിന്റെ ഉള്ളിൽ ജീവിച്ചവരാണ്. അവരുടെ രാത്രികാലത്തെ ഒരു പടച്ചവനുമായിട്ടുള്ളൊരു മുനാജാത്തുണ്ട്. അവർ സംസാരിക്കുന്നത്, അല്ലാഹുവേ, നീ എനിക്ക് ദുനിയാവിൽ എന്തെങ്കിലും തരാൻ ഉദ്ദേശിച്ചാൽ എൻ്റെ ശത്രുക്കളായി കാണുന്ന, എൻ്റെ ശത്രുക്കളായ ആളുകൾക്ക് നീ കൊടുക്കുക. എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നീ ദുനിയാവ് കൊടുക്കുക. നാളെ പരലോകത്ത് സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾ നീ എന്തെങ്കിലും എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതെന്റെ സത്യവിശ്വാസികളായ സഹോദരങ്ങൾക്കും കൊടുക്കുക. പിന്നെ എനിക്ക് വേണ്ടത് നിന്നെയാണ്, നിന്നെ മാത്രമാണ്. നിന്നെ മാത്രം എനിക്ക് മതി. സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ കിട്ടിയാൽ പിന്നെ എനിക്ക് ഇന്ന അനുഗ്രഹം എന്ന് ചോദിക്കേണ്ടതില്ല. അള്ളാഹുവിനെ കിട്ടുക എന്നതാണ് ഒരു സത്യവിശ്വാസിക്ക് ഏറ്റവും വലിയ കാര്യം. മഹാനായ അബൂ യസീദുൽ ബിസ്താമി എന്ന പണ്ഡിതൻ, അദ്ദേഹം ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരാള് പ്രാർത്ഥിക്കുകയാണ്, പടച്ചവനെ നീ എന്നെ ഒന്ന് നോക്കണേ, പടച്ചവനെ നീ എന്നെ ഒന്ന് നോക്കണേ, പടച്ചവനെ നീ എന്നെ ഒന്ന് നോക്കണേ. ഇദ്ദേഹത്തിന്റെ നിരന്തരമായ നിർബന്ധപൂർവമുള്ള ഈ ചോദ്യം കേട്ട് മഹാനായ അബൂ യസീദുൽ ബിസ്താമി ചോദിച്ചു, പടച്ചവൻ നിന്നെ നോക്കാൻ മാത്രം എന്ത് യോഗ്യതയാണ് നിന്നിലുള്ളത്? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ റബ്ബ് എന്നെ നോക്കുന്നതോടുകൂടി എല്ലാ യോഗ്യതകളും എന്നിൽ വന്നു ചേരും. എന്റെ റബ്ബ് ഒന്ന് നോക്കിക്കിട്ടണം. പടച്ചവൻ നമ്മളെ നോക്കുന്ന മാസമാണ് റമളാൻ.
ഫഅറുല്ലാഹ മിൻ അൻഫുസികും ഖൈറ, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നന്മയെ അവന് കാണിച്ചു കൊടുക്കണമെന്ന് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാസമാണ് സഹോദരങ്ങളെ ഈ മാസം. അതുകൊണ്ട് അള്ളാഹുവിന്റെ അബ്ദ് ആവുക എന്നത് ഏറ്റവും വലിയ സവിശേഷമായ പദവിയാണ് എന്ന് നമ്മൾ കണക്കാക്കുക. ആ പദവി ഈ റമദാൻ കാലത്ത് ആർജിച്ചെടുക്കാനുള്ള ഒരു ജീവിതം എനിക്ക് ഇനി ശേഷപ്പെട്ട ആ ദിവസങ്ങളിലൂടെ കഴിയേണ്ടതുണ്ട് എന്ന് തീർച്ചപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ എളിയ ദാസന്മാരായി അന്തസ്സോടെ അഭിമാനത്തോടെ ഇസ്ലാമിനെ സമൂഹത്തിൽ ഉയർത്തിപ്പിടിച്ചു തന്നെ ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഏത് സാഹചര്യത്തിലും എനിക്ക് അല്ലാഹു മതി, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് എന്ന ഉറച്ച ബോധ്യത്തോടുകൂടി നിലപാട് സ്വീകരിക്കാൻ അല്ലാഹു നമ്മളെ സഹായിക്കുമാറാകട്ടെ. ഇന്ന് നാം കാണുന്ന യുദ്ധത്തിന്റെ ഭീഷണി, യുദ്ധസമാനമായ സാഹചര്യങ്ങൾ പശ്ചിമേഷ്യ അടക്കം നമ്മൾ കാണുന്നു. അവിടങ്ങളിൽ അല്ലാഹു മനുഷ്യർക്ക് സമാധാനവും സുരക്ഷിതത്വവും നൽകുമാറാകട്ടെ. ഉരണ്ടുകൂടിയ യുദ്ധത്തിന്റെ കാർമേഘങ്ങളെ മാറ്റി തെളിഞ്ഞ ആകാശവും ജീവിതവും സമാധാനപൂർവമായ മാനസികാവസ്ഥകളും അവിടെയുള്ള മനുഷ്യർക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ മാസത്തിന്റെ എല്ലാ അനുഗ്രഹ സൗഭാഗ്യങ്ങളും അല്ലാഹു നൽകുമാറാകട്ടെ. اللهم سلمنا لرمضان وسلم رمضان لنا وتسلمه منا متقبلا وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين. السلام عليكم ورحمة الله.